ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിൻ വെദർ ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ റാഷണൽ ഓർ ഇറാഷണൽ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ √7. അപ്പോൾ ഇങ്ങനെ റൂട്ട് വരുന്ന ക്വസ്റ്റ്യനകത്ത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്ന് വെച്ചാൽ ഈ റൂട്ടിനുള്ളിൽ വരുന്ന നമ്പർ നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 7 ആണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് നോക്കാം. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, അങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഈ 1ഉം 4, 9, 16, 25 ഇങ്ങനെ വരുന്ന നമ്പറുകളില്ലേ, ഇവരെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. √7. അപ്പോൾ ഈ 7 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഈ 7 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അതായത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലാതെ വരുന്ന എല്ലാ നമ്പരും എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. അതായത് റൂട്ടിനുള്ളിൽ വരുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ആ നമ്പർ ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √225. ഇപ്പോൾ 225 എന്ന് പറഞ്ഞാൽ എന്താ? 15ൻ്റെ സ്ക്വയർ ആണ് 225. അപ്പോൾ √225 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15 ആയിരിക്കും. ഈ 15 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 15/1 എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇതെന്ത് നമ്പർ ആയിരിക്കും? റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ റൂട്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ റൂട്ടിനുള്ളിൽ വരുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെങ്കിൽ നമ്മുടെ നമ്പർ എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ ആ നമ്പർ ഇറാഷണൽ നമ്പർ ആയിരിക്കും. അടുത്തതും റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ √23. അപ്പോൾ ഇവിടെ 23 പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് നോക്കുക. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 4ൻ്റെ സ്ക്വയർ 16 ആണ്, അതുപോലെ 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഇതിൻ്റെ ഇടയിൽ വേറെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഒന്നുമില്ല. അപ്പോൾ 23 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് തന്നെ √23 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ √3 + √2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. √a + √b ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ a + 2√ab + b. ഈ ഐഡൻറ്റിറ്റി ഒക്കെ ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ √3 + √2 ദി ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? a എന്ന് പറയുന്നത് എന്താണ്? 3 + 2 √ab. √ab എന്ന് പറയുമ്പോൾ 3 × 2 പ്ലസ് ഇനി b എന്ന് പറയുന്നത് 2. പിന്നെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 + 2, ഈ ബ്രാക്കറ്റിനുള്ള 3 × 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √6 + 2. ഇനി ഈ 2ഉം ഈ 3യും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 5 + 2 √6. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി 2 √6 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറിൻ്റെയും കൂടെ അഡീഷൻ വന്നു കഴിയുമ്പം ആ കിട്ടുന്നത് എന്തായിരിക്കും? ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ 5 + 2 √6 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഇറാഷണൽ നമ്പറാണ്. എക്സാമിൻ വെദർ ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ റാഷണൽ ഓർ ഇറാഷണൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 0.3796. ഇവിടെ നമുക്കൊരു ഡെസിമൽ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും നോക്കേണ്ടത്? അത് ടെർമിനേറ്റിംഗ് ആണോ എന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്പർ വന്നിട്ട് 3796ൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അത് എന്ത് നമ്പർ ആയിരിക്കും? റാഷണൽ നമ്പർ ആയിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 7.478478. പിന്നെ ഡോട്ട് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡോട്ട് തന്നെന്ന് പറഞ്ഞാൽ എന്താണ്? അതവിടെ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതായത് എന്താണ്? അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. നോൺ ടെർമിനേറ്റിംഗ്. ഇനി ഇവിടെ നോക്കുക, ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് നോക്കുക. 478478. കണ്ടോ? ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. 478 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? റിക്കറിങ് ആണ്.
ഇപ്പം നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആണെങ്കിൽ അതെന്തായിരിക്കും, അതെന്ത് ടൈപ്പ് ഓഫ് നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷനാണ് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആയിട്ട് വരുന്നത്? അതും റാഷണൽ നമ്പേഴ്സാണ്. ഇപ്പോൾ റാഷണൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.10 അങ്ങനെ പോവാണ്. ഇപ്പോൾ ഇവിടെയും ഡോട്ട് 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 ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അത് നിൽക്കത്തില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതായത് നോൺ ടെർമിനേറ്റിംഗ്. ഇനി ഇവിടെ വരുന്ന നമ്പർ നോക്കുക. 10 പിന്നെ 100 പിന്നെ 1000, അതായത് ഇത് റിക്കറിംഗ് അല്ല, വേറെന്തോ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? നോൺ റിക്കറിംഗ്. അപ്പം നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത് എന്ത് ടൈപ്പ് ഓഫ് നമ്പറാണ്? ഇറാഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇഫ് 5 + 2√3 ഹോൾ ഡിവൈഡഡ് ബൈ 7 + 4√3 ഈക്വൽ ടു a + b√3. അപ്പം നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. 5 + 2√3 ബൈ 7 + 4√3. ഇവിടെ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? റൂട്ട് ഉണ്ട്. അപ്പോൾ ഈ റൂട്ടിനെ നമുക്ക് കളയണം, അതായത് നമുക്ക് റാഷണലൈസ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യണം? 7 + 4√3 ആണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 7 - 4√3 വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 × 7 35. അടുത്തത് 5 × സെക്കൻഡ് ടൈം 4√3. അപ്പോൾ എന്ത് കിട്ടും? 5 × 4 20. ഇനി √3നെ അതേപോലെ എഴുതാം. അടുത്തത് 2√3 × 7. അപ്പോൾ അവിടെ 2 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √3 അതുപോലെ വെക്കാം. അപ്പോൾ +14√3. ഇനി അടുത്ത ടൈം 2√3 × -4√3. അത് നമുക്കിവിടെ ചെയ്യാം. 2√3 × -4√3. അപ്പോൾ എന്ത് വരും? ഈ 2ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. നെഗറ്റീവ് സൈൻ ആദ്യം ഇട്ട് കൊടുക്കുക. 2ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8. ഇനി √3 × √3 എന്താ? 3. അപ്പോൾ 8 × 3 -24. അപ്പോൾ ഇവിടെ നമുക്ക് -24 ബൈ. ഇനി ഡിനോമിനേറ്റർ 7 + 4√3 × 7 - 4√3. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 × 7 49. ഇനി 4√3 × 4√3 അതിൻ്റെ സ്ക്വയർ വരും. 4√3യുടെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ നമുക്കറിയാം 16. ഇനി √3യുടെ സ്ക്വയറോ 3. അപ്പോൾ 16 × 3 48 വരും. ഇനി അത് 48 എഴുതി കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു, ഇനി ഈ 35ഉം -24ഉം. അപ്പോൾ എന്ത് വരും? 35 - 24 11. ഇനി ഈ മിഡിലെ ടേം -20√3 + 14√3. ഇവർക്ക് രണ്ടുപേർക്കും ഒരു √3 ഇവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവർ രണ്ടിനെയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ -20√3 + 14√3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -6√3. ഇനി അടിയിൽ 49 - 48 ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു 11 - 6√3. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്തപ്പോൾ നമുക്ക് 11 - 6√3 കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ 11 - 6√3 ഈക്വൽ ടു a + b√3. അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 11. ഇനി √3 വരുന്ന ടേം 6 - 6√3 ഈക്വൽ ടു b√3. അപ്പോൾ ബിയുടെ വാല്യൂ എന്തായിരിക്കും? -6. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 64/1/2 1/6 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഉള്ള ബ്രാക്കറ്റ് നോക്കാം. 64/1/2. അപ്പോൾ 64/1/2 എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 64. സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ നമുക്ക് ഈ 64/1/2 എന്നുള്ള ഭാഗത്തിൽ 8 ഇട്ട് കൊടുക്കാം. അപ്പോൾ 8 പിന്നെന്താണ്? ഹോൾ റേസ് ടു 1/6 ഹോൾ സ്ക്വയർ. ഇനി ഈ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2³ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇനി 8ന് പകരം 2³ ഇട്ട് കൊടുക്കാം. 2³ ഹോൾ റേസ് ടു 1/6 ഹോൾ സ്ക്വയർ. ഇനി ഈ 2³ ഹോൾ റേസ് ടു
1/6 അതിനെ നമുക്ക് a റേസ് ടു m ഹോൾ റേസ് ടു n. അപ്പോൾ എന്ത് വരും? a റേസ് ടു mn അതിട്ട് കൊടുക്കാം. അപ്പോൾ 2 റേസ് ടു 3/6 ഹോൾ സ്ക്വയർ. ഇനി 2 റേസ് ടു 3/6 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 റേസ് ടു 1/2 ഹോൾ സ്ക്വയർ. അവിടെ 3 രണ്ടിലും കോമൺ ഉണ്ടല്ലോ, 6ലും 3ലും കോമൺ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാണ് 1/2 വന്നത്. അപ്പോൾ 2 റേസ് ടു 1/2 ഹോൾ സ്ക്വയർ. അവിടെ വീണ്ടും നമുക്ക് a റേസ് ടു m ഹോൾ റേസ് ടു n തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/2 × 2 വരും. അപ്പോൾ 2 റേസ് ടു 1 വരും. ഈക്വൽ ടു 2 തന്നെ.